നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വി.കെ. പ്രശാന്ത് ഒരാൾ കാരണം തലയിൽ കൈവച്ചിരിക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് CPM-നെ തലങ്ങും വിലങ്ങും എടുത്തിട്ടടിക്കുകയാണ് വരുന്നവരും പോകുന്നവരും എല്ലാവരും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോളാണ്. വി.കെ. പ്രശാന്ത് കാരണം പണി മേടിച്ചു കൂട്ടിയ CPM-നെ ട്രോളന്മാർ സൈബറിടത്തിൽ ട്രോളി കൊല്ലുകയാണ്. ഒരു ദയാദാക്ഷിണ്യവും ട്രോളന്മാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പുറത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രോളുണ്ട്. അതിങ്ങനെയാണ്: വി.കെ. പ്രശാന്ത് പിണറായി വിജയനെ വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. എങ്ങനെയുണ്ട് സഖാവേ, ഞാൻ ശ്രീലേഖയ്ക്ക് കൊടുത്ത പണി എന്ന് പ്രശാന്ത് പറയുന്നു. തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ ചിത്രം കാണിച്ചിട്ട് പിണറായി വിജയൻ പറയുകയാണ്, എണീച്ചു പോടാ മരമണ്ട എന്ന്. അതായത് നീ ഒറ്റ ഒരുത്തൻ കാരണം ഇപ്പോൾ കൊള്ളയുടെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുന്നു. അതായത് ശ്രീലേഖ ഏറ്റവും വ്യക്തിപരമായി പ്രശാന്തിനോട് വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, ആ ഓഫീസിൽ എനിക്കിരിക്കാൻ കഴിയുന്നില്ല, ഒരുപാട് പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതുകൊണ്ട് ഈ കെട്ടിടം ഒന്ന് ഒഴിഞ്ഞു തരണേ, എപ്പോഴെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പരിഗണിക്കണേ എന്നായിരുന്നു ശ്രീലേഖ പറഞ്ഞതെന്ന് ശ്രീലേഖ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് കേട്ടപാടെ പറ്റത്തില്ല എന്ന് വി.കെ. പ്രശാന്ത് പറയുന്നു. ഒന്നുകൂടി ശ്രീലേഖ പറയുന്നു, അതൊന്ന് പരിഗണിക്കൂ, കാരണം ഈ ഒരു കുടിസുമുറിയിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്നും എന്നെ കാണാൻ വരുന്നവർക്ക് പോലും അവിടെ ഒന്ന് നിൽക്കാനുള്ള സ്പേസ് ഇല്ല എന്നും ആവർത്തിക്കുന്നു. എന്നാൽ എനിക്ക് ഇവിടുന്ന് മാറിത്തരാൻ പറ്റത്തില്ല എന്ന് വി.കെ. പ്രശാന്ത് പറയുന്നു. പിന്നീട് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വരികയായിരുന്നു. പക്ഷേ അത് ശ്രീലേഖ വി.കെ. പ്രശാന്ത് പോരിൽ അവസാനിച്ചില്ല. മറിച്ച് കോർപ്പറേഷനിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടന്ന സകലമാന കൊള്ളയുടെയും വിവരങ്ങൾ വലിച്ചു പുറത്തിടുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രധാനമായും വാടക കൊള്ള. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കോർപ്പറേഷൻ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. അറിയാമല്ലോ, മേയർ വി രാജേഷാണ്. വി രാജേഷ് ഒരു മുന്നറിയിപ്പും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഫയലുകൾ പരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. തുടക്കത്തിൽ വി.കെ. പ്രശാന്തും ശ്രീലേഖയും തമ്മിലുള്ള ഈ പോരിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വി രാജേഷ് പറഞ്ഞത്, അത് രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല, അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വിഷയമാണ്, അത് അവർ തമ്മിൽ പരിഹരിക്കട്ടെ എന്നായിരുന്നു വി രാജേഷ് പറഞ്ഞത്. എന്നാൽ CPM-കാരെല്ലാവരും കൂടി അങ്ങ് ധാർഷ്ട്യവുമായി രംഗത്തേക്ക് വന്നതോടെ വി രാജേഷ് പിന്നീട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഫയലുകൾ പരിശോധിക്കുകയാണ്, അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളെക്കുറിച്ചും അന്വേഷണം ഉണ്ടാകും എന്നുള്ളത്. ആ അന്വേഷണം നടന്നാൽ പെട്ടുപോകുന്നത് ആര്യ രാജേന്ദ്രനായിരിക്കും. കാരണം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന കാലത്ത് തലസ്ഥാനത്തെ CPM-കാരുടെ ശിങ്കിടികൾക്ക് തുച്ഛമായ പൈസയ്ക്ക് കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് അതിൻ്റെ ഒന്നും വാടക പോലും മേടിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. വെറും തുച്ഛമായ പൈസയ്ക്കാണ് പല കെട്ടിടങ്ങളും ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്ത് വലിയ കൊള്ള നടത്തിയിരിക്കുന്നത്. ഇതിലൂടെ വലിയ ഒരു നഷ്ടം കോർപ്പറേഷന് വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് CPM-കാരുടെ ചില മുതലാളിമാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കെട്ടിടങ്ങൾ പോയിരിക്കുന്നത്. ഈ കെട്ടിടങ്ങൾ കാലാകാലങ്ങളായി ഈ പറയുന്ന CPM-ന്റെ ശിങ്കിടികളുടെ കൈകളിലൊക്കെയാണ്. പ്രത്യേകിച്ച് ഇത് തലമുറകളായി ഇങ്ങനെ കൈമാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി.കെ. പ്രശാന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത്, ഞാൻ കോർപ്പറേഷനിൽ പണം അടയ്ക്കുന്നുണ്ട്, കോർപ്പറേഷനാണ് എനിക്ക് ഈ കെട്ടിടം തന്നത്, അപ്പോൾ ഞാൻ എന്തിനു ഇവിടുന്ന് മാറിക്കൊടുക്കണം? അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് വാടകയെക്കുറിച്ചുള്ള കാര്യങ്ങളും മറ്റുമൊന്നും കോർപ്പറേഷൻ ഇതുവരെ തന്നോട് ചോദിച്ചില്ല, തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇറക്കി വിട്ടില്ല എന്നൊക്കെയായിരുന്നു വി.കെ. പ്രശാന്ത് ചോദിച്ചത്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങളുടെ കയ്യിലായിരുന്നല്ലോ കോർപ്പറേഷൻ, പിന്നെ നിങ്ങളുടെ ആൾക്കാർ എങ്ങനെയാണ് വി.കെ. പ്രശാന്തെ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? ഇപ്പോഴാണല്ലോ BJP-യുടെ കൈകളിലേക്ക് ഭരണം എത്തിയത്. എന്നാൽ ഇവിടെ പല കെട്ടിടങ്ങളും ഒഴിപ്പിക്കാനുള്ള, അനധികൃതമായി പലരും കയ്യിൽ വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ തിരികെ പിടിക്കാനും അവിടെ നിന്ന് ഈ ശിങ്കിടികളെ എല്ലാവരെയും തൂത്തെറിഞ്ഞ് ആ കെട്ടിടങ്ങൾ തിരികെ പിടിക്കാനുമുള്ള നീക്കത്തിലേക്ക് ഈ പറയുന്ന കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ഭരണക്കാർ കടന്നിട്ടുണ്ട്. ഇതൊരു വലിയ തിരിച്ചടിയായി ഇപ്പോൾ CPM-ന് മാറിയിരിക്കുകയാണ്. അതായത് CPM പലരുടെയും കയ്യിൽ നിന്ന് കൈമടക്കൊക്കെ മേടിച്ചിട്ടാണ്, അതായത് വലിയ തുക കൈമടക്കൊക്കെ മേടിച്ചിട്ടാണ് ഈ കെട്ടിടങ്ങൾ തുച്ഛമായ വാടകയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വലിച്ചു പുറത്തേക്കിടുമ്പോൾ ആര്യ രാജേന്ദ്രന് നല്ല ഒന്നാം തരം കൊട്ട് കിട്ടും. എന്നാൽ ഇപ്പോൾ BJP-യുടെ കൗൺസിലർമാർ ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആര്യ രാജേന്ദ്രനെ മാത്രമായി എന്തിന് ക്രൂശിക്കുന്നു? ആര്യ രാജേന്ദ്രൻ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ, ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവരുടെ പാർട്ടിക്കാണ്. കാരണം ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ കൊള്ളകൾ ഈ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ. അതിലേക്കൊക്കെ അന്വേഷണം വരികയാണെങ്കിൽ അടപടലം പെട്ടുപോകും. ഇവിടെയാണ് വി.കെ. പ്രശാന്ത് കാണിച്ച അതിബുദ്ധി വലിയ തിരിച്ചടിയാകുന്നത്. ശ്രീലേഖയുമായി ആ വിഷയം പറഞ്ഞ് രമ്യതയിൽ പരിഹരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുമായിരുന്നില്ല.
എന്നാൽ ഇതിപ്പോൾ വി കെ പ്രശാന്ത് പറയുന്നു, ഞാൻ ഈ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കത്തില്ല, സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി കാണിക്കുക, ഞാൻ ഇവിടുന്ന് മാറില്ല എന്നൊക്കെയുള്ള വലിയ വെല്ലുവിളി നടത്തുന്നു. എന്നാൽ അപ്പോഴൊക്കെയും അതിനെ ഒരു സൗമ്യതയോടെ കൈകാര്യം ചെയ്യാനായിരുന്നു ശ്രീലേഖ നീക്കം നടത്തിയത്. പക്ഷേ പിന്നീട് ശ്രീലേഖ അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും എം പി രാജേഷ് മന്ത്രിയും ഒക്കെ രംഗത്ത് വന്നതോടുകൂടി, ഇതുകൂടാതെ CPM-ന്റെ വനിതാ നേതാക്കൾ PP ദിവ്യ ഉൾപ്പെടെയുള്ളവർ ശ്രീലേഖയെ ജന്മി തമ്പുരാട്ടി എന്നൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നതോടുകൂടി BJP-യും CPM-ഉം തമ്മിൽ നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ CPM-നിട്ട് പണി കൊടുക്കാൻ ഇനി VV രാജേഷ് ഇത് പ്രയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതൊരു ആയുധം തന്നെയാക്കും. അങ്ങനെ വരുമ്പോഴാണ് ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി വലിയ കൊള്ളകൾ നടത്തിയ പലർക്കും ഇനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും എന്നുള്ളത് വ്യക്തമാകുന്നത്. ഇവിടെയാണ് വി കെ പ്രശാന്ത് ഇമാതിരി അഹങ്കാരം കാണിക്കാൻ പോകേണ്ടതില്ലായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യമുണ്ട്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പോകുന്നത് BJP-യിൽ നിന്ന് ഒരുപക്ഷെ ശ്രീലേഖ തന്നെയാകാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരന്റെ പേരാണ് കേൾക്കുന്നതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് മുരളീധരനെ മാറ്റിയാൽ അവിടേക്ക് എത്താൻ പോകുന്നത്, വട്ടിയൂർക്കാവിലേക്ക് എത്തുക ശബരിനാഥാണ്. ഇതുകൂടാതെ CPM-ൽ നിന്ന് പരിഗണിക്കുന്നത് വി കെ പ്രശാന്തിനെ തന്നെയാണ്. അപ്പോൾ ഒരു ത്രികോണ പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇതിനിടയിൽ വി കെ പ്രശാന്തും ശബരിനാഥും തമ്മിൽ ചില ഉരസലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് വി കെ പ്രശാന്തിന് അവിടുന്ന് മാറിക്കൂടാ, 2 മുറികൾ MLA ഹോസ്റ്റലിൽ ഉണ്ടല്ലോ എന്നൊക്കെ ശബരിനാഥ് പറഞ്ഞപ്പോൾ താനല്ല, തൻ്റെ അങ്ങ് കൊമ്പത്തിരിക്കുന്ന നേതാക്കന്മാർ പറഞ്ഞാൽ പോലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല എന്നായിരുന്നു വി കെ പ്രശാന്ത് പറഞ്ഞത്. വി കെ പ്രശാന്ത് സ്വന്തം വ്യക്തിത്വം കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ. കാരണം വി കെ പ്രശാന്തിനെ തിരുവനന്തപുരത്തെ എല്ലാവർക്കും കാര്യമായിരുന്നു. അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഒരു മികച്ച നേതാവായിട്ട് എല്ലാവരും കണ്ടിരുന്ന ഒരാളാണ്. രാഷ്ട്രീയം മറന്ന് എല്ലാവരും ചേർത്ത് നിർത്തിയ, അംഗീകരിച്ച ഒരാളാണ് വി കെ പ്രശാന്ത്. കാരണം എന്താവശ്യത്തിനും തിരുവനന്തപുരത്തെ ഏത് പ്രശ്നത്തിനും മുന്നിൽ വി കെ പ്രശാന്ത് ഉണ്ടാകും. അത് നമ്മൾ കോവിഡ് സമയത്തും പ്രളയ സമയത്തും ഒക്കെ കണ്ടതായിരുന്നല്ലോ പ്രശാന്തിൻ്റെ ഇടപെടലുകളൊക്കെ. അതുകൊണ്ട് തന്നെ ജനപ്രിയനായിട്ടുള്ള ഒരാളായിരുന്നു വി കെ പ്രശാന്ത്. പക്ഷേ ആര്യ രാജേന്ദ്രനെ പോലെ അഹങ്കാരം കാണിച്ച് സ്വയം പണി മേടിച്ചു കൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ പലരും വി കെ പ്രശാന്തിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അടപടലം വി കെ പ്രശാന്ത് സ്വന്തം മൂട്ടിൽ തന്നെ പൊട്ടിച്ചു. ഇത് പോരാഞ്ഞിട്ട് പാർട്ടിയുടെ മൂട്ടിലും കൊണ്ടിട്ട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് സഖാവെ ഞാൻ ശ്രീലേഖയ്ക്ക് കൊടുത്ത പണി എന്ന് ചോദിക്കുമ്പോൾ മുഖ്യൻ വേറെ എന്ത് പറയാനാണ്, ഇറങ്ങിപ്പോടാ മണ്ട ശിരോമണി എന്നല്ലാതെ വേറൊന്നും പറയാൻ സാധ്യതയില്ലല്ലോ. എന്തായാലും ഇവരൊക്കെ കാണിക്കുന്ന എല്ലാ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. ഇവരെല്ലാവരും പിണറായി കളിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ഇപ്പോൾ ഈ വിവാദത്തിൽപ്പെട്ട ആ കെട്ടിടമുണ്ടല്ലോ, അത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിനായി പണി കഴിപ്പിച്ചതാണ്. ഓടുമേഞ്ഞ കെട്ടിടം വി കെ പ്രശാന്ത് മേയറായിരിക്കെയായിരുന്നു പുതുക്കി പണിതത്. താഴത്തെ നിലയിൽ MLA ഓഫീസ്, കൗൺസിലർ ഓഫീസ്, കണ്ടിജൻസി ജീവനക്കാരുടെ വിശ്രമ മുറി, ശുചീകരണ സാമഗ്രികൾ സൂക്ഷിക്കാനുള്ള മുറി എന്നിവയാണുള്ളത്. മുകൾ നിലയിൽ HI ഓഫീസ്, 3-ാം നിലയിൽ കോൺഫറൻസ് ഹാളുമുണ്ട്. MLA ഓഫീസ് 2ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്, റിസപ്ഷനും MLA-യുടെ ക്യാബിനും. റിസപ്ഷനിൽ MLA-യുടെ PA-യും ഓഫീസ് ജീവനക്കാരും, റിസപ്ഷന്റെ അരികിലൂടെയാണ് കൗൺസിലറുടെ ഓഫീസിലേക്ക് കയറേണ്ടത്. ഇവിടെ നമ്മൾ ആദ്യം എല്ലാവരും ശ്രീലേഖയെ വിമർശിച്ചിരുന്നു. അതായത് ഭരണത്തിൽ കയറിയ ഉടനെ അഹങ്കാരം കാണിച്ചു തുടങ്ങിയോ എന്നുള്ളതൊക്കെ ചോദ്യമായി ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ ഓഫീസിന്റെ ശോച്യാവസ്ഥ കണ്ടപ്പോൾ എല്ലാവരും ശ്രീലേഖയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നു. അതായത് ഒരു കുടിസ് മുറിയാണ്, അവിടെ ഒരു സ്ത്രീക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളത് ആ ഓഫീസ് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. കാരണം ഇപ്പോൾ ആ ഓഫീസിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് വി കെ പ്രശാന്തിന് നേരെ വലിയ വിമർശനങ്ങൾ വരുന്നത്. ഒരു സ്ത്രീപക്ഷ സർക്കാരാണ്, സ്ത്രീപക്ഷ പാർട്ടിയുടെ ആൾക്കാരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു സ്ത്രീയെ ഇങ്ങനെ കക്കൂസിലിരുത്തി പണിയെടുപ്പിക്കുന്നത് മോശമല്ലേ എന്നുള്ള ചോദ്യം വി കെ പ്രശാന്തിന് നേരെ ഉയരുന്നുണ്ട്. ഇതോടുകൂടി വി കെ പ്രശാന്തിനും മനസ്സിലായിരിക്കുകയാണ് കളി കയ്യിൽ നിന്ന് പോയി, കാര്യമായി എന്നുള്ളത്. എന്തായാലും വി കെ പ്രശാന്ത് പറയുന്നത് കോർപ്പറേഷൻ കത്ത് തരട്ടെ, എൻ്റെ സമയം കഴിയുന്നത് വരെ, അതായത് വാടക കരാർ കഴിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇവിടുന്ന് മാറിയാൽ ശ്രീലേഖയെ പേടിച്ചോടി എന്നുള്ള പേരും വരും. മാറിയില്ലെങ്കിൽ ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിച്ച കാപാലികൻ എന്ന പേരും കേൾക്കേണ്ടി വരും. അടപടലം പെട്ടിരിക്കുകയാണ് വി കെ പ്രശാന്ത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.